ശ്രീ റോണി കെ ബേബി, പ്രവർത്തിക്കാത്ത ലിഫ്റ്റുകളുടെ അപര്യാപ്തത, അതിലുപരി വലിയ രീതിയിലുള്ള മരുന്ന് ക്ഷാമം. എന്തിന് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയ്ക്ക് ഇതുവരെ നഷ്ടപരിഹാര തുക പോലും ലഭിച്ചിട്ടില്ല. ICUവിനകത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു യുവതി, അവരുടെ നീതി ലഭ്യമാക്കുന്നതിന് പകരം അടുത്തുള്ള സ്റ്റാഫുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഇങ്ങനെ പോകുന്നു ആരോഗ്യ കേന്ദ്രത്തിന്റെ ദുരവസ്ഥ. എന്നിട്ടും ഒരു ഡോക്ടറുടെ തുറന്നു പറച്ചിലിൽ രാഷ്ട്രീയം കലർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. എവിടെയെങ്കിലും ഒരു മാറ്റം വേണ്ടതല്ലേ എന്നാഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് മുന്നിൽ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി തന്നെ ആരോഗ്യ കേരളം നിൽക്കുകയാണ്. രോഹിണി, ഒരു കാലത്ത് കേരളം ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിന്നത് അമർത്യ സെന്നിന്റെ ഒക്കെ പുസ്തകങ്ങളോട് നോക്കിക്കഴിഞ്ഞാല് ഒരു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, കേരള വികസന മാതൃക. അതിന്റെ അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ; രണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ. ആ രണ്ട് രംഗത്തും നമ്മളിപ്പോൾ വളരെയധികം പുറകോട്ട് പോവുകയാണ്. ഈ ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചില് അത് ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പൊ രോഹിണി വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനിയും നമ്മൾ നേരിടാൻ പോകുന്ന വലിയ പ്രശ്നം ഇവിടുത്തെ മരുന്ന് ക്ഷാമമാണ്. ഏറ്റവും പുതിയ കണക്ക് അനുസരിച്ച് വിവിധ മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കൊടുക്കാനുള്ളത് 600 കോടി രൂപയുടെ കുടിശ്ശികയാണ്. ഏറ്റവും അവസാനം 2025-26 സാമ്പത്തിക വർഷത്തേക്ക് നടത്തിയ ടെൻഡറിൽ ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മരുന്ന് ഉൽപാദക കമ്പനി ഒന്നും പങ്കെടുത്തിട്ടില്ല. ചില കമ്പനികളുടെ പേര് വായിക്കാം: ജോൺസൺ ആൻഡ് ജോൺസൺ, ബാക്സ്റ്റർ, ഫൈസർ, പെന്റഗൺ, ലോട്ടസ് സർജിക്കൽസ്, ഹസി ഫാർമ. ഇവരൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മരുന്ന് ഉൽപാദക കമ്പനികൾ. അവരെല്ലാം ആ ടെൻഡർ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ പ്രയോറിറ്റി? ഇവിടെ പറയുന്നത് 7000 കോടി രൂപ ഇവിടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. നമ്മൾ സത്യസന്ധമായി പരിശോധിക്കണം, അതിൽ ആക്ച്വലി എത്ര ശതമാനം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ കണക്കുകളനുസരിച്ച് 40-45% കൂടുതൽ ഒരു വകുപ്പിലും ഇവര് ഫണ്ട് ചെലവഴിച്ചിട്ടില്ല. ബാക്കി മുഴുവൻ ഇവര് വകമാറ്റിയാണ് ചെയ്തത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ വലിയ അഭിമാനത്തോടെ പറയുക 2800 ശസ്ത്രക്രിയ നടത്തി. അതിന്റെ എന്താന്നുള്ളത് കൃത്യമായി ഡോക്ടർ ഹാരിസ് പറഞ്ഞിട്ടുണ്ട്. രോഗികൾ തന്നെ പിരിവെടുത്ത് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് തുന്നി വെക്കുവാനുള്ള നൂല് സഹിതം, ഡോക്ടർക്ക് കയ്യിലിടുവാനുള്ള ഗ്ലൗസ് സഹിതം മേടിച്ചു കൊടുത്താണ് ഈ ശസ്ത്രക്രിയകളൊക്കെ നൽകിയിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ മെഷീന്റെ ഉപകരണങ്ങൾ വാങ്ങേണ്ടത് ഹൈദരാബാദിൽ നിന്നാണ്. ഈ പാവപ്പെട്ട രോഗികൾക്കൊന്നും അത് മേടിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ശസ്ത്രക്രിയകളുടെ എണ്ണം കാണിച്ച് ഇതാണ് ആരോഗ്യ കേരളം നമ്പർ 1 എന്നൊന്നും ഇവിടെ അവകാശപ്പെടേണ്ടതില്ല. പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഇവിടെയുള്ള പ്രയോറിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവർക്കുള്ള ഒറ്റ പ്രയോറിറ്റി ഉള്ളത് ധൂർത്ത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും PR വർക്ക്. ഈ പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികത്തിന് വേണ്ടി തന്നെ കോടിക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചത്. ഇവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ പൈസയില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്നോവ മേടിക്കാനോ അല്ലെങ്കിൽ കിയ മേടിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പണിയാൻ വേണ്ടിയും നമ്മുടെ പശുക്കൾ പാട്ട് കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനും നീന്തൽക്കുളം പരിഷ്കരിക്കാനും ഒക്കെ ഇവർക്ക് എത്ര കോടി വേണമെങ്കിലും ചെലവഴിക്കാം. രാഷ്ട്രീയ പ്രതിയോഗികൾ അവരെ കൊന്നതിന്റെ പേരിലുള്ള കേസുകൾ വാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൊടുത്ത് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവരാം. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിയായ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി മുടക്കിയാണ് നമ്മൾ കണ്ടു. ഈ പറയുന്ന കേരളത്തിലെ ചെലവഴിച്ചത് കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ അഭിഭാഷകരെ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന്റെ പ്രയോറിറ്റിയാണ് പ്രശ്നം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്ത് സഹിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ കണ്ടു എത്രമാത്രം സമർത്ഥമായിട്ടാണ് അദ്ദേഹം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി ഉള്ള കുറെ ഇടതുപക്ഷത്തിന്റെ വക്താക്കൾ ഉള്ളതുകൊണ്ട്, ഇങ്ങനെ കുറെ അടിമ പണി ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ റോണി കെ ബേബി ഇടപെടുന്നത്. അവിടെ നിന്ന് തന്നെ തുടങ്ങണം. താങ്കൾ പറഞ്ഞു നിർത്തിയെടുത്ത് അടിമപ്പണി ചെയ്യാൻ കുറെ ആളുകൾ ഉള്ളതുകൊണ്ട്. ഡോക്ടർ ഹാരിസ് ചിറക്കലും പറഞ്ഞത് അത് തന്നെയാണ്. കൈക്കൂലി വാങ്ങാതെയും നടുവളയ്ക്കാതെയും ജോലി ചെയ്തതുകൊണ്ടാണ് തൻ്റെ ജീവിതവും ഔദ്യോഗിക ജീവിതവും സുഖകരമല്ലാതായത് എന്നുള്ളതാണ്. ഇവിടെ കുറേ അടിമപ്പണിക്കാരും ക്യാപ്സ്യൂൾവാദികളുമൊക്കെ ഉള്ളിടത്തോളം കാര്യം സർക്കാരിന് ഇങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനാകും. പക്ഷേ ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട് എന്നുള്ള കാര്യവും സർക്കാർ മറക്കാതിരുന്നാൽ നന്ന്.